സീകാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനശിലയായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ പഠിക്കുന്ന ഷാലോൻ ടിവിയുടെ ഒരു പഠന ശിബിരമാണ് സീകാറ്റ്. സീകാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയം കർത്താവിൻ്റെ ഉത്ഥാനം എന്നുള്ളതായിരുന്നു. അതുമായി സംബന്ധിച്ച് ഒട്ടേറെ കാര്യങ്ങൾ നാം പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചോദിച്ചതിൻ്റെ ബാക്കി എന്ന വണ്ണം ഇന്ന് വീണ്ടും നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള സംശയങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് പാമ്പ്ളാനി അച്ഛനോട് ചോദിക്കുകയും നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മോടൊപ്പം ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ വികാരി ജനറൽ അച്ഛനും CBCI ദൈവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് പാമ്പ്ളാനി അച്ഛനാണ്. അച്ഛനെ വളരെ ഹൃദയപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുവാനും നമ്മുടെ സംശയങ്ങൾ പരിഹരിക്കാനുമായി ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തീർത്ഥാടന കേന്ദ്രമായ ചെമ്പേരി ലൂർദ് മാതാ ഫൊറാന ദേവാലയത്തിലെ മതാധ്യാപകരാണ്. നിങ്ങളെയും ഏറെ സന്തോഷത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ധിതനായ ഈശോയെക്കുറിച്ചുള്ള വിവിധ സംശയങ്ങൾ നാം കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ആമുഖമായി സംസാരിക്കാൻ ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിക്കുന്നു. ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നു. നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ വീണ്ടും വന്ന് ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? ഈശോ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഭവനമൊരുക്കുകയാണ് എന്നും ആ ഭവനത്തിലേക്ക് നമ്മെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകും. ഇത് കേൾക്കുമ്പോൾ നാം തെറ്റിദ്ധരിക്കരുത്, ഈശോ സ്വർഗത്തിൽ വലിയ വീട് പണിയായിരുന്നു. ഏതാണേലും ഭൂമിയിൽ ഈശോ ആശാരിപ്പണിയായിരുന്നു, അല്ലേ? യോസേപ്പ് പിതാവിൻ്റെ മകനായതുകൊണ്ട് അച്ഛൻ്റെ മകൻ എന്നാണ് അവൻ അറിയപ്പെട്ടത്. അതുകൊണ്ട് ഭൂമിയിലെ ആശാരിപ്പണി പഠിച്ചേച്ച് ഈശോ സ്വർഗത്തിൽ പോയി വീട് പണി തുടങ്ങി എന്നുള്ള അർത്ഥത്തിലല്ല. സ്ഥലമൊരുക്കാൻ വേണ്ടി ഞാൻ സ്വർഗത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ തിരികെ പോകുന്നു എന്ന് ഈശോ പറഞ്ഞാൽ ഈശോ എങ്ങനെയാണ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സ്ഥലമൊരുക്കിയത്? ഈശോ എങ്ങനെയായിരിക്കും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സ്ഥലമൊരുക്കിയത്? ഏതെങ്കിലും സാറന്മാർക്ക് വല്ലോ ചിന്തയുണ്ടെങ്കിൽ പറയും. നമ്മുടെ നന്മപ്രവൃത്തികൾ കൊണ്ടാണ് ഈശോ സ്വർഗത്തിൽ സ്ഥലമൊരുക്കിയത്. യെസ്, നമ്മുടെ നന്മപ്രവർത്തികൾ കൊണ്ട് ഈശോ സ്വർഗത്തിൽ സ്ഥലമൊരുക്കും. പക്ഷെ എല്ലാ നന്മപ്രവർത്തികൾക്കും അർത്ഥം കൊടുക്കുന്നത് എപ്പോഴാണ്? ഈശോ കുരിശിൽ മരിച്ചപ്പോഴാണ്, അല്ലേ? അപ്പോൾ ഈശോ കുരിശിൽ മരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭവനം ഒരുക്കപ്പെടുന്നത്. ഈ കുരിശിൽ മരിച്ച ഈശോയെ നാം രക്ഷകനായി സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ നന്മപ്രവർത്തികൾ. അതുകൊണ്ട് ഭവനമൊരുക്കുക എന്ന് പറഞ്ഞാൽ ഈശോ തൻ്റെ ജീവനും രക്തവും നമുക്കായി സമർപ്പിച്ചുകൊണ്ട് അവിടെ നമുക്ക് വേണ്ടി ഭവനമൊരുക്കി. അഥവാ ഈശോ തൻ്റെ ശരീരം തകർത്ത് പുതിയ ആലയം പണിതപ്പോൾ ഈശോ ഒരുക്കിയ യഥാർത്ഥ സ്വർഗീയ ഭവനം ഈ ഭൂമിയിലെ സഭ തന്നെയാണ്. ഈ സഭയോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് ഒരു വ്യക്തി സ്വർഗത്തിൻ്റെ വഴിയിലാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഈശോ ഒരുക്കിയ യഥാർത്ഥ ഭവനം തിരുസഭയാണ്. ഈ സഭയോട് ചേർന്ന് ജീവിക്കുന്ന എല്ലാ വിശ്വാസിയും സ്വർഗത്തിൻ്റെ വഴിയിലാണ് എന്നും നാം തിരിച്ചറിയണം. ഈശോയുടെ 2-ാം വരവ് എപ്പോഴാണ്, ഏത് സമയത്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരുപാട് തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അതേക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് പഠിപ്പിക്കുന്ന വിവിധ വിഘടിത ഗ്രൂപ്പുകളുണ്ട് എന്നൊക്കെ നിങ്ങൾ ഇതിനോടകം കേട്ടിട്ടുണ്ട്, അല്ലേ? അപ്രകാരമുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി ഈ 2-ാം വരവിൻ്റെ യഥാർത്ഥ അർത്ഥം നാം ഗ്രഹിക്കേണ്ടതുണ്ട്. ഈശോ എന്തുകൊണ്ട് വരാൻ വൈകുന്നു? ഈശോ വരികേലേ? ഇനി ഉടനെ വരുമോ? എന്നായിരിക്കും വരിക? തുടങ്ങിയ ഒരുപാട് ആശങ്കകൾ നിങ്ങൾക്കുമുണ്ട്. വേദപാഠ ക്ലാസ്സിൽ
അങ്ങനത്തെ ചോദ്യമൊക്കെ പിള്ളേർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നാ മറുപടി പറയുക? അതൊക്കെ നിനക്കറിഞ്ഞിട്ട് തന്നെ കാര്യം, അവിടെ ഇരിക്കടാന്ന് പറയും അല്ലേ. അല്ലാണ്ട് നമുക്ക് അതിൻ്റെ ഉത്തരവൊന്നും കൃത്യമായി പറയാൻ പിടിയില്ല എന്നുള്ള സത്യം. നിങ്ങൾക്കെന്നല്ല, ആർക്കും തന്നെ അതിൻ്റെ കൃത്യമായ ഉത്തരങ്ങൾ അറിയാൻ പാടില്ല എന്നുള്ളൊരു വസ്തുത. അതുകൊണ്ട് തന്നെ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ ചർച്ചകൾ നാം മുമ്പോട്ട് കൊണ്ടുപോവുക. നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ ക്രോഡീകരിക്കാനും ഒരുങ്ങാനും അല്പസമയം നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം നിങ്ങളുടെ ചോദ്യങ്ങളുമായി നിങ്ങൾ രംഗത്ത് വരിക. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഏറ്റവും മനോഹരമായി ചോദ്യങ്ങൾ ചോദിക്കുകയും ശരിക്കും മതബോധന ക്ലാസ്സുകളിലെ നിങ്ങളുടെ വലിയ അനുഭവ പരിജ്ഞാനത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അത് പല പ്രേക്ഷകർക്കും ഗുണകരമായി എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങളെ വീണ്ടും വിളിച്ചിരിക്കുന്നത്. നല്ല ചോദ്യം ചോദിക്കാൻ അറിയുക എന്ന് പറയുന്നത് തന്നെ ജ്ഞാനികളുടെ ലക്ഷണമാണ് അല്ലേ. അതുകൊണ്ട് ചെമ്പേരി ലൂർദ് മാതാ സൺഡേ സ്കൂളുകാർ വലിയ പണ്ഡിതരാണ് എന്ന് ഇതിനോടകം സാധാരണ ലോകം വിലയിരുത്തി കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ആ നിലവാരത്തിന് ചേർന്ന ചോദ്യങ്ങൾ ഇന്ന് ചോദിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിചിന്തനങ്ങൾ നിങ്ങൾക്ക് ക്രോഡീകരിക്കുക. നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ്. ആരാണ് ആദ്യമായി ചോദിക്കുന്നത്? വിധി മുഴുവൻ പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വിധി മുഴുവൻ പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നത്? ഒന്ന് പറയാം. യെസ്, വിധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഒരു ജഡ്ജി ചെയ്യുന്ന പണി പോലെയാണ്. തെളിവുകൾ വന്ന് വാദങ്ങൾ നടത്തി വിധിക്കുന്നു എന്നുള്ളത്. പക്ഷെ വിധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ശിക്ഷാവിധി. യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, 3-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞു, ഇതാണ് വിധി. ന്യായവിധി എന്ന് പറഞ്ഞ ഇതാ. ഏതാ? ദൈവം അയച്ച ഏകജാതനിൽ വിശ്വസിക്കുക, അവന് ശിക്ഷാവിധിയില്ല. ഏകജാതനെ നിരസിച്ചാൽ ശിക്ഷാവിധി. അപ്പോൾ വിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിതാവിന് അതിനെക്കുറിച്ച് ഒരു പിടിയില്ല എന്നുള്ള അർത്ഥത്തിലല്ല. മനുഷ്യൻ വിധിക്കപ്പെടുന്നതിൻ്റെ മാനദണ്ഡം ഈശോമിശിഹായാണ്. ഒരു വ്യക്തി ഈശോയെ സ്വീകരിച്ച് ഈശോയുടെ വചനമനുസരിച്ച് ജീവിച്ച് ഈശോയുടെ ശരീരരക്തങ്ങൾ തരുന്ന കൂദാശകൾ സ്വീകരിച്ച് ജീവിക്കുമ്പോൾ ആ വ്യക്തി രക്ഷയുടെ വഴിയിലാണ് അല്ലേ. അതുകൊണ്ട് വിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം, നമ്മൾ വിധിക്കപ്പെടുന്നതിൻ്റെ മാനദണ്ഡം ഈശോയെ നാം സ്നേഹിച്ചോ സ്വീകരിച്ചോ എന്നുള്ളതാണ്. ഈശോയെ സ്നേഹിക്കുന്നവൻ പിതാവിനെ സ്നേഹിക്കുന്നു, ഈശോയെ അനുസരിക്കുന്നവൻ പിതാവിനെ അനുസരിക്കുന്നു. അതുകൊണ്ടാണ് ഈശോയാണ് മാനദണ്ഡം എന്ന് പറയുക. ഇനി ഈ വിധി നടക്കുന്നത്, അന്ത്യവിധി നടക്കുന്ന എപ്പോഴാണ്? ഈശോയുടെ 2-ാം വരവിലാണ് സംഭവിക്കുക. അവിടുന്നാണ് വിധിയാളനായി വീണ്ടും വരുന്നത്. പിതാവായ ദൈവമല്ല, പുത്രൻ തമ്പുരാൻ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടും കൂടിയാണ് ഈ വചനം പറയുക, അവിടുന്ന് വിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ 2 അർത്ഥത്തിൽ അത് മനസ്സിലാക്കണം. ഒന്നാമതായി വിധിയുടെ മാനദണ്ഡം ഈശോമിശിഹായാണ്. 2-ാമത്തെ അർത്ഥം എന്താണ്? അവൻ യുഗാന്ത്യത്തിൽ വിധിയാളനായിട്ടാണ് വരുന്നത് എന്നതും വെളിപാടിൻ്റെ അർത്ഥമാണ്. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി യേശുവിൻ്റെ നാമം അല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന്. അപ്പോൾ നമ്മൾ ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പോരെ? പിന്നെ എന്തിനാണ് നമ്മൾ പലപ്പോഴും വിശുദ്ധ കുർബാനയിലും നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ പിതാവേ എന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? പുത്രനോട് പ്രാർത്ഥിച്ചാൽ പോരെ? പുത്രനല്ലേ വിധിയാളനായി വരുന്നതും നമ്മളെ രക്ഷിക്കുന്നതും ഒക്കെ. യെസ്, പുത്രനായ ഈശോയോട് പ്രാർത്ഥിച്ചാൽ പോരെ? എന്തിനാണ് പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വീട്ടിലെ അപ്പനെയും മകനെയും പോലെയാണ് ഇവരെ കാണുന്നത് അല്ലേ. അപ്പനോട് ചോദിക്കേണ്ട കാര്യം അപ്പനോടല്ല ചോദിക്കേണ്ടത്, മകനോട് ചോദിക്കേണ്ട മകനോട് ചോദിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ
പ്രായപൂർത്തിയായ ആണുങ്ങൾക്ക് തോന്നുന്ന സംശയം ന്യായമായ സംശയമാണ്. പക്ഷേ പരിശുദ്ധ ത്രിത്വം നിങ്ങളുടെ വീട്ടിനേക്കാളും ഒരു ഇച്ചിരൂടെ വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? അവർ സത്തയിൽ ഒന്നാണ് എന്നുള്ളതാണ് അതിലെ വ്യത്യാസം. പിതാവിനോട് ചോദിക്കുന്നതും പുത്രനോട് ചോദിക്കുന്നതും ഒന്ന് തന്നെയാണ്. അതല്ല ഈശോ പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണും. ദൈവം അയച്ച ഏകജാതനെ വിശ്വസിക്കുന്ന രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ പിതാവിൽ എത്തിച്ചേരും. അപ്പോൾ ഈശോ, പിതാവ്, പരിശുദ്ധാരൂപി ഇവർ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ ചോദ്യം വരിക. ഇവർ രണ്ടും രണ്ട് സ്ഥലത്തിരിക്കുന്നവർ, രണ്ട് വ്യത്യസ്ത ആളുകൾ എന്നുള്ള രീതിയിൽ നമ്മൾ വേർതിരിക്കേണ്ട. അവർ സത്തയിൽ ഒന്നാണ് എന്ന സത്യം ഗ്രഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പിതാവിനെ അറിയാൻ ഒരു വഴിയേ ഉള്ളൂ ഈശോ, പുത്രനെ അറിയാനും ഒരു വഴിയേ ഉള്ളൂ, പരിശുദ്ധാരൂപിയെ അറിയാനും ഒരു വഴിയേ ഉള്ളൂ, ഈശോ മിശിഹ വന്ന് വെളിപ്പെടുത്തിയതുകൊണ്ട് അല്ലേ. അതുകൊണ്ട് ഇവരെ രണ്ടുപേരും, ത്രിത്വത്തിലെ ഇതര രണ്ട് വ്യക്തികളെയും നമുക്ക് വെളിപ്പെടുത്തി തന്നത് ഈശോ ആയതുകൊണ്ട് ഈശോയിലൂടെയാണ് നാം പിതാവിലെത്തിച്ചേരുക, ഈശോയിലൂടെയാണ് നാം പരിശുദ്ധാത്മാവിലേക്ക് എത്തിച്ചേരുക. അതാണ് ഈശോ പറഞ്ഞ വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്ത് എത്തുന്നില്ല. അപ്പോൾ ഈശോയിലൂടെ ചെന്നാൽ നാം സുനിശ്ചിതമായും എത്തിച്ചേരുന്ന എവിടെയായിരിക്കും? പിതാവിലും പരിശുദ്ധാത്മാവിലും തന്നെ. അച്ഛൻ വിധിയെപ്പറ്റി പറഞ്ഞതുകൊണ്ട് പിള്ളേർ സാധാരണ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഹി വിൽ കം അഗെയിൻ എന്ന് പറഞ്ഞൊരു പുതിയ ഫിലിമൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ കുട്ടികളെ കാണിക്കലുണ്ട്. അതിൽ ഈശോ ഭയങ്കര വിദ്യാളനായിട്ട് ഒരു കസേര വന്നിരിക്കുന്നു, ഓരോരുത്തരായിട്ട് വിളിച്ച് ശിക്ഷിക്കുന്നു, നീ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പിള്ളേരെ കാണിക്കുന്നുമുണ്ട്. പിള്ളേരോട് സംശയം ഇതാണ്, ഈ അവസാന വിധിയിൽ ഓരോരോ പാപത്തിന് വിളിച്ചായിരിക്കുമോ ശിക്ഷ, അത് ഗ്രൂപ്പിനെ ആയിരിക്കുമോ, ഈ വിധി എങ്ങനെയായിരിക്കും അന്ത്യനാളിൽ എന്നുള്ള ഒരു കൺഫ്യൂഷനുണ്ട്. അതിനെപ്പറ്റി അച്ഛനും സംസാരിക്കാമോ? വിധി എന്നുള്ളത് നമ്മൾ കൂടുതൽ വിശദമായി മറ്റൊരു സമയത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ മതബോധന ഗ്രന്ഥത്തിൽ തന്നെയുണ്ട്. അതായത് വിധി സംഭവിക്കുന്നത് ഓരോ വ്യക്തിക്കുമാണ്. കാരണം എന്താണ്? ആ വിധി യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് യുഗാന്ത്യത്തിലല്ല, ഓരോ മനുഷ്യൻ്റെയും മരണനിമിഷത്തിൽ തനത് വിധിയിലൂടെ ആ വ്യക്തി സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തിലോ എത്തി. ആ വിധിയെ ദൈവം സാക്ഷ്യപ്പെടുത്തിയത് മാത്രമാണ്, അല്ലെങ്കിൽ വെളിപ്പെടുത്തിയത് മാത്രമാണ് യുഗാന്ത്യത്തിൽ സംഭവിക്കുക. അതായത് മരണസമയത്ത് ഒരു വ്യക്തിക്ക് ദൈവം എന്തുകൊണ്ട് സ്വർഗം കൊടുത്തു, എന്തുകൊണ്ട് നരകം കൊടുത്തു എന്നുള്ളത് ദൈവം എല്ലാ സൃഷ്ടപ്രപഞ്ചത്തിനും മുമ്പിൽ വെളിപ്പെടുത്തുന്ന അവസരമാണ് യുഗാന്ത്യത്തിലെ വിധി. യുഗാന്ത്യ വിധി എന്ന് പറയുന്നത് തനത് വിധിയുടെ ന്യായാന്യായങ്ങൾ വെളിപ്പെടുത്തിയ അവസരം. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇന്ന മതാധ്യാപകനെ ദൈവം നരകത്തിലിട്ടത് എന്ന് വിചാരിക്കുക. നിങ്ങളെ ചെമ്പേരിക്കാരല്ല, വേറൊരു സൺഡേ സ്കൂൾ. അപ്പോൾ ആ പിള്ളേർ വിചാരിക്കും, സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്ന പിള്ളേർ വിചാരിക്കും, ഓ ഇത്രയൊക്കെ നല്ലത് ചെയ്ത് ആ സാറിനെ നരകത്തിലിടേണ്ട കാര്യമൊന്നും ഇല്ല, ദൈവത്തിന് തെറ്റുപറ്റി കാണും എന്നൊക്കെ പിള്ളേർ വിചാരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ത്യവിധിയിൽ ദൈവം കാണിക്കുക, ഈ സാറ് എവിടെയൊക്കെയാണ് പോയത്, എന്നതെല്ലാം വേണ്ടാധീനമാണ് കാണിച്ചത്, ആകാശം ഒരു TV സ്ക്രീന് പോലെ അങ്ങ് മാറി, സർവ്വ പിള്ളേരും കണ്ടു. എന്താണ്? സാറ് പോയ വേണ്ടാധീനങ്ങളെല്ലാം കണ്ടു, എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂക്ഷിക്കണം, മനസ്സിലായോ? അതുകൊണ്ട് അതൊരു വെളിപ്പെടുത്തലിൻ്റെ നിമിഷം മാത്രമാണ് യുഗാന്ത്യം. അല്ലാണ്ട് ഓരോ സമയത്ത് നീ ഇങ്ങ് പാടാ, നീ പോടാ നരകത്തിൽ, നീ കയറിപ്പോടി സ്വർഗത്തിൽ എന്നൊന്നും പറയുന്ന രീതിയിലല്ല വിധി. വിധി സംഭവിക്കുന്നത് ഓരോ വ്യക്തിയുടെയും മരണനിമിഷത്തിൽ തന്നെയാണ് എന്ന സത്യം നാം മനസ്സിലാക്കി. അന്ത്യവിധിയെക്കുറിച്ച് എനിക്കൊരു സംശയമുണ്ട്. അതായത് കുമ്പസാരത്തിൽ നമ്മൾ ഏറ്റുപറയുന്ന പാപങ്ങളൊന്നും അന്ത്യവിധിയുടെ സമയത്ത് നമുക്ക് വിധിക്ക് വിധേയമാകുന്നില്ല എന്നാണ് ഒരു ധ്യാന അവസരത്തിൽ ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏത് പാപിയായിരുന്നാലും ചെയ്ത പാപങ്ങളെല്ലാം ഏറ്റുപറയുന്നെങ്കിൽ സ്വർഗത്തിലേക്ക് പോവുകയില്ലേ? അതേക്കുറിച്ചൊരു വിശദീകരണം. ടീച്ചർ ഒരു ആശ്വാസത്തിലിരിക്കുമായിരുന്നു. അതായത് ടീച്ചർ പറഞ്ഞ് ശരിയാണ്. അതായത് ഈ ശരിയായ വിധത്തിൽ അനുദപിച്ച് കുമ്പസാരിച്ച് കഴിഞ്ഞാൽ ആ പാപം നിത്യശിക്ഷയ്ക്ക് കാരണമാകില്ല. കാരണം എന്താ?
കുമ്പസാരം എന്ന കൂദാശയിലൂടെ നിത്യശിക്ഷ ഒഴിവാകുന്നു. ആ പാപത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു വ്യക്തി കൊലപാതകം നടത്തിയെന്ന് വിചാരിക്കും. ആ കൊലപാതകം എന്ന പാപത്തെ ഓർത്ത് അനുദപിച്ച് ആ വ്യക്തി കുമ്പസാരിച്ചാൽ ആ വ്യക്തിക്ക് പാപമോചനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി കൊലപാതകം എന്ന ആ തിന്മയുടെ പേരിൽ നരകത്തിൽ പോവില്ല. നിത്യശിക്ഷ ഒഴിവാക്കുന്ന കൂദാശയാണ് കുമ്പസാരം. അതുകൊണ്ട് ശരിക്ക് അനുദപിച്ച് കുമ്പസാരത്തിൽ പാപം ഏറ്റു പറഞ്ഞതാണ് എങ്കിൽ പിന്നെ നമ്മുടെ ഒരു പാപവും ആ പാപങ്ങൾ സ്ക്രീനെ വരികയാണ്. ടീച്ചർ ധൈര്യമായിട്ട് വേദപാഠം പഠിപ്പിച്ചോളുക, അത് സ്ക്രീനെ കാണിക്കുകയാണ്. ധ്യാനം കൂടിയെന്നൊരു സംശയമുണ്ട് ഈ പ്രാവശ്യം. അതുകൊണ്ട് എല്ലാവരും ചെയ്യേണ്ടത് കുമ്പസാരം എന്ന കൂദാശയുടെ പ്രാധാന്യം മനസ്സിലാക്കുക. വെറുതെ സ്ക്രീനെ കാണുമ്പോൾ അന്നേരം ഓർത്താൽ പോരെ, എൻ്റെ ദൈവമേ ഒന്ന് കുമ്പസാരിച്ചായിരുന്നേ പ്രശ്നം തീരുമായിരുന്നു. കൂടെ വന്ന പലരും ഇതാ മാന്യന്മാരായിട്ടിരിക്കുന്നു, എൻ്റെ മാത്രം ഇതാ സ്ക്രീനെ വരുന്നു. എന്തുകൊണ്ട്? കുമ്പസാരം എന്ന കൂദാശ അർത്ഥപൂർണമായി സ്വീകരിക്കുമ്പോഴാണ് നമ്മിലെ ഇത്തരത്തിലുള്ള പാപത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ഇല്ലാതായിത്തീരുക. സ്വർഗരാജ്യം എന്നൊരു രാജ്യമുണ്ടോ? എന്തുകൊണ്ടാണ് സ്വർഗത്തോട് ചേർത്ത് രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്നത്? ഓക്കെ, പറുദീസയും സ്വർഗവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? സാറ് ആൻ്റണി സാറ് ഒരു വലിയ പണ്ഡിതനാണ്. ആ കണ്ണാടി കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ? ഒന്നുമില്ല അച്ഛാ. ഇല്ല എന്ന് പറയണ്ട, സാറിൻ്റെ ചോദ്യം കേട്ടാൽ അറിയാൻ സാറൊരു പണ്ഡിതനാണെന്ന്. എത്രാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്? 5ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ്സിൽ. ഓക്കെ, അപ്പം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ആൻ്റണി സാറ് ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താണ് സ്വർഗരാജ്യം എന്നെന്തിനാ പറയുന്നത് അല്ലേ? സ്വർഗരാജ്യം എന്ന് എന്തിനാ പറയുന്നത്? സ്വർഗവും എന്നങ്ങ് പറഞ്ഞാൽ പോരെ, മതി. രണ്ടിൻ്റെ അർത്ഥം ഒന്നുമൊക്കെ തന്നെയാണ്. എന്തിനാണ് ഇതിനെ രാജ്യം രാജ്യം എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ പഴയ നിയമകാലം മുതലേ ഉള്ളൊരു സങ്കല്പമാണ് ദൈവത്തിൻ്റെ ഭരണം ആരംഭിക്കുന്നു എന്ന്. എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുന്ന അവസ്ഥയെ സൂചിപ്പിക്കാൻ അന്ധകാലത്ത് രാജാവ്, രാജ്യം, പ്രജകൾ എന്നൊക്കെയുള്ളൊരു സങ്കല്പത്തിലേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം രാജാവും ദൈവരാജ്യത്തിലെ അംഗങ്ങളെല്ലാം പ്രജകളുമായിരിക്കുന്ന ഒരു സങ്കല്പമാണ് വാസ്തവത്തിൽ പഴയ നിയമം മുതലേ രൂപീകരിച്ചിരിക്കുന്നത്. കാരണം ആ കാലഘട്ടം രാജഭരണത്തിൻ്റെ കാലമാണ്. അന്ന് ജനാധിപത്യ ഭരണ സംവിധാനമൊന്നുമല്ല, രാജഭരണമേ ഉള്ളൂ. അപ്പോൾ ദൈവം എല്ലാത്തിൻ്റെയും നിയന്താവായിരിക്കുന്ന അവസ്ഥയെ വിശേഷിപ്പിക്കാൻ രാജാവ്, രാജ്യം, രാജഭരണം തുടങ്ങിയ സങ്കേതങ്ങൾ ഉപയോഗിക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പക്ഷേ രാജ്യം എന്ന് പറയുമ്പോഴും നമ്മൾ തിരിച്ചറിയുക അതൊരു സ്ഥലമല്ല, അതൊരു നിശ്ചിത സ്ഥലത്തോ സമയത്തോ ഒതുങ്ങുന്ന യാഥാർത്ഥ്യവുമല്ല. മറിച്ച് സ്വർഗരാജ്യം എന്ന് വിളിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിൻ്റെ അധിപനായ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ് ബാക്കി എല്ലാ വ്യവസ്ഥിതികളും എന്നതാണ്. ആരംഭത്തിൽ അങ്ങനെയായിരുന്നു, പറുദീസായിൽ അങ്ങനെയായിരുന്നു. പക്ഷേ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ ഈ ആധിപത്യം മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. മനുഷ്യൻ സ്വതന്ത്രമായി പാപത്തിൻ്റെ വഴിയെ നടന്നു. പിശാചിൻ്റെ ആധിപത്യം വന്നു. ആ പൈശാചിക ആധിപത്യം അവസാനിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു പദപ്രയോഗം കൂടിയാണ് ഏത്? സ്വർഗരാജ്യം. പൈശാചിക സാമ്രാജ്യം തീർന്നു, ദൈവരാജ്യം സമാഗതമായി എന്ന ഈശോ പറയുന്നതിൻ്റെ പൊരുളതാണ്. ഇനി സ്വർഗരാജ്യവും പറുദീസായും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഏദേൻ തോട്ടത്തിലെ പറുദീസ സ്വർഗരാജ്യത്തിൻ്റെ ഒരു മുന്നാസ്വാദനമായിരുന്നു. സ്വർഗത്തിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒരു ആദി രൂപം, ഒരു മുന്നാസ്വാദനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഏദേൻ തോട്ടത്തെ വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ പറുദീസ എന്ന വാക്കിന് മറ്റൊരർത്ഥമുണ്ട് എന്ന് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചായിരുന്നു. മരണശേഷം, യഹൂദ വിശ്വാസമനുസരിച്ച് മരണശേഷം നീതിമാന്മാരുടെ ആത്മാക്കൾ ആയിരിക്കുന്ന സ്ഥലത്തിന് പറുദീസ എന്ന പേരുണ്ട്. അത് സ്വർഗത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം
സ്വർഗത്തിൽ ആദ്യം എത്തുന്നത് ഈശോ മിശിഹായാണ്. ഈശോയോടൊത്ത് പറുദീസായിലെ ആളുകൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ പറുദീസായും സ്വർഗവും തമ്മിൽ ഒരന്തരമുണ്ട് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. പറുദീസായിൽ ആദ്യം പ്രവേശിച്ചത് ഈശോ മിശിഹയാണ്. യെസ്. ഈശോയുടെ കുരിശുമരണ സമയത്ത് നല്ല കള്ളനോട് കർത്താവ് വാഗ്ദാനം ചെയ്തിരുന്നു, നീ ഇന്നു മുതൽ എന്നോടൊപ്പം പറുദീസയിലായിരിക്കുമെന്ന്. ആ കല്യാണം ഇപ്പം പറുദീസയിൽ ആണോ അല്ലെങ്കിൽ വേറെ ആ എവിടെയാണോ? കള്ളൻ ഇപ്പം എവിടെയാണെന്ന് അല്ലേ? 5ാം ക്ലാസ്സിലായതുകൊണ്ടാണ് പിള്ളേർ ചോദിച്ചിട്ടുണ്ടോ മിക്കവാറും. നല്ല കള്ളൻ എവിടെയാന്ന് ചോദിച്ചാൽ ഏതൊക്കെയാലും ജയിലിലല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം അവൻ മരിച്ചു. നല്ല കള്ളനോട് ഈശോ പറഞ്ഞില്ല നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിലാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈശോ പറഞ്ഞൊരു വചനത്തെ നമ്മൾ എന്തിനാ വിശ്വസിക്കുക അല്ലേ? ഈശോ അവനോട് പറഞ്ഞു നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ എന്ന് പറഞ്ഞാൽ നീതിമാന്മാർക്കായി സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന മരിച്ചവരുടെ അവസ്ഥയിൽ ഈശോയോടൊത്ത് അവനുണ്ടായിരുന്നു. ഈ ആദ്യ ഫലമായി ഈശോ ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം ഈശോയിൽ വിശ്വസിച്ചവരെല്ലാവരും ഉയർപ്പിക്കപ്പെടുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഈശോ ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചു. ഈശോയ്ക്ക് മുമ്പ് മരിച്ചവരും ഈശോയോടൊത്ത് മരിച്ചവരുമായവരെല്ലാം നീതിമാന്മാരെല്ലാവരും ഉയർത്തെഴുന്നേറ്റു. ഈശോയോടൊത്ത് മരിക്കാൻ ഭാഗ്യം കിട്ടിയതുകൊണ്ട് നാളതുവരെയും കട്ടും പിടിച്ചു പറിച്ചും മോഷ്ടിച്ചും നടന്ന നല്ല കള്ളനും നീതിമാന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെട്ടു. ഒരു വ്യക്തി ഈശോയെ കർത്താവും രക്ഷകനുമായി വിശ്വസിച്ചേറ്റു പറയുന്ന നിമിഷം മുതൽ ആ വ്യക്തി നീതിമാനായി പരിഗണിക്കപ്പെടുന്നു. അത് ദൈവം തരുന്ന ഒരു വലിയ അനുഗ്രഹമാണ് നമുക്ക് അല്ലേ? ഈശോ എന്ന് മുതലാണോ നമ്മുടെ രക്ഷകനായി നാഥനായി തീരുന്നത്, ഈശോയിൽ നാം വിശ്വസിച്ചു തുടങ്ങുന്നത്, ഈശോയുടെ വചനമനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നത്, അന്നു മുതൽ നാം നീതിമാന്മാരുടെ ഗണത്തിൽ ചേരുന്നു. അതുകൊണ്ട് ഈ നല്ല കള്ളൻ മരിച്ച ആ ദിവസം മുതൽ ഈശോ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം വരെയും ഈ പറുദീസായിൽ എന്ന് പറഞ്ഞാൽ മരിച്ച നീതിമാന്മാർക്ക് വേണ്ടിയുള്ള വാസസ്ഥാനത്ത് ഈശോയോടൊത്തുണ്ടായിരുന്നുവെന്നും ഈശോയുടെ സ്വർഗപ്രവേശന ശേഷം ആ വ്യക്തിയുടെ ആത്മാവ് സ്വർഗത്തിലെത്തി എന്നും നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ്. നമ്മുടെ ഒട്ടേറെ സംശയങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പഠന ക്ലാസ്സുകളിൽ പ്രത്യേകിച്ചും സൺഡേ സ്കൂളുകളിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് ഈശോയുടെ ഉത്ഥാനം, നമ്മുടെ ഉത്ഥാനം. കുട്ടികൾ ചോദിക്കുന്നതാണ്. ഇന്നത്തെ ഈ ക്ലാസ് തീർച്ചയായും നമുക്കെല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയല്ലേ? ഓക്കെ. നമ്മുടെ സൺഡേ സ്കൂളിൽ കൂടുതൽ ലൈവ് ആകാൻ വേണ്ടി ഇത് കാരണമാകും, കൂടി പഠിക്കാൻ നമുക്ക് കാരണമായി തീരുകയും ചെയ്യും. ഇന്നത്തെ സി കാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മുടെ സംശയങ്ങൾ പരിഹരിക്കുകയും ഈ വിഷയത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഗ്രഹിക്കാൻ തക്കവണ്ണം പറയുകയും ചെയ്ത് നമ്മളെ ഇന്ന് വളരെയധികം അനുഗ്രഹിച്ച ഏറ്റവും ബഹുമാനപ്പെട്ട പാമ്പ്ലാനി അച്ഛന് സി കാറ്റിൻ്റെ എല്ലാ പ്രേക്ഷകരുടെയും പേരിലുള്ള നന്ദി ഹൃദയപൂർവ്വം അറിയിക്കുന്നു. നിങ്ങൾക്കും വളരെ ഗൗരവത്തോടെയും അതേസമയം തന്നെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങളെല്ലാവരും ചോദിച്ചത്. നിങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇനിയും ഒട്ടേറെ സംശയങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ ഈ വിഷയവുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി.